കൊലപാതകമാണെന്ന് കൊലപാതകമൊന്നുമല്ല. പക്ഷെ അത് ആ കുഞ്ഞ് ഒന്നുകിൽ അവൾക്ക് അവളെ ഇത് എനിക്ക് ഡൗട്ടുണ്ട്. എനിക്ക് ക്യാമറ മൊത്തം ചെക്ക് ചെയ്യണം. അതല്ല കൊലപാതകം അല്ലെങ്കിൽ ആ കുഞ്ഞിന് അബദ്ധം പറ്റിയതാണ്. അവൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവിടെ കാലൊക്കെ മടങ്ങിയിരിപ്പുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ ഡോറ്, ഈ ബെഡ് എങ്ങനെ ഇങ്ങോട്ട് വന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാര്യം അവൾ നിൽക്കുന്ന ഫാന് നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ ഇന്നലെ ഹാങ് ചെയ്തതാണ്. ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു. അത് പോയി എൻ്റെ അതിലേ പോയി ഞാനും പോകാമെന്നും പറഞ്ഞ് സഹിക്കാൻ പറ്റുന്നുണ്ട്. ഞാനും അതേ കയർ ഞാൻ അതേ ഫാനിൽ ഞാൻ ഹാങ് ചെയ്തു. ഹാങ് ചെയ്ത് കുറേ തന്നെ ശ്വാസം മുട്ടിയപ്പോഴത്തേക്ക് എൻ്റെ കാല് എവിടെ പോയി സ്റ്റാൻഡ് ചെയ്തു. ഞാൻ നോക്കുമ്പോൾ ബെഡിലാണ്. ആ സ്റ്റാൻഡ് ചെയ്ത് എനിക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചാവും എന്നുള്ള ഉറപ്പ്, ഞാനൊരു പുരുഷനായിട്ട് ഞാൻ ചാവും എന്നുള്ള ഉറപ്പ് ഞാൻ ചെയ്തത് ഞാൻ സ്റ്റാൻഡ് ചെയ്ത് നിന്നെങ്കിൽ അതുലേക്ക് എന്തുകൊണ്ട് പറ്റിയില്ല? അവിടെ കാലിങ്ങനെ മടങ്ങി കിടന്ന കുഞ്ഞിന് എന്തുകൊണ്ട് നേരെ നിൽക്കാൻ പറ്റിയില്ല? ഇപ്പോൾ അതുല്യയുടെ കുടുംബം നാട്ടിൽ കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അവർ പറഞ്ഞ വേറെ കാര്യമുണ്ട്. അവർ പറയുന്ന വേറെ കാര്യം വെച്ചാൽ ഞാൻ പൈസ മോഹിയാന്നുള്ള അവർ പറയുന്നത്. ചേട്ടാ, എനിക്ക് 9,500 സാലറി ഉണ്ട്. എനിക്കിവിടെ 9,500 ദിർഹംസ്. എൻ്റെ അക്കൗണ്ടിൽ 5 പൈസ ഇല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും കാണിക്കാം. എൻ്റെ ഇവിടുത്തെ അക്കൗണ്ടിലോ അവരെ നിരന്തരം ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് പറയുന്ന ആരോപണം. ഞാൻ വേറെ കാര്യം ഞാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ ശരിയാണ്. ഞാൻ ഉപദ്രവിച്ചിരുന്നു ഞാൻ പറയത്തില്ല. എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. എൻ്റെ സഹോദരങ്ങളിൽ നിന്ന്, എൻ്റെ അമ്മയിൽ നിന്ന്, എൻ്റെ നാട്ടുകാരിൽ നിന്ന്, എൻ്റെ കൂട്ടുകാരിൽ നിന്നൊക്കെ ഞാൻ മാറി താമസിച്ചു. ഞാൻ മാറി എനിക്കിപ്പോൾ വിളിക്കാൻ ആരുമില്ല. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഈ ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ കൂടെ 10 പേര് വേണ്ട. ഇവിടെ ഏതൊരു പട്ടിയായാലും കാണും 10 പേര്. എനിക്ക് ഒരുത്തനും ഇല്ല. എൻ്റെ വീട്ടുകാരും ഇല്ല, എൻ്റെ അമ്മയില്ല, എൻ്റെ നാട്ടുകാരും ഇല്ല, എനിക്കിവിടെ ആരും ഇല്ല. ഒറ്റയ്ക്കാണ് ഞാൻ. ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്യുന്ന ഒറ്റയ്ക്കാണ്. ആണ്. എന്ത് സംഭവം എന്നറിയോ? ഞാൻ വീക്കെൻഡ് ഞാൻ കഴിക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞിങ്ങനെ വീഡിയോ എടുക്കും. അപ്പോൾ എനിക്കൊരു ദേഷ്യം, ഇവിടെ വീഡിയോ എടുക്കുമോ എന്നാൽ കാണിക്കുന്നു പറഞ്ഞ് ഞാൻ പലതും കാണിച്ചിട്ടുണ്ട്. ഇവളെയും കൂടെ ഒന്ന് പ്രൊമോട്ട് ഇത് വാശി പിടിപ്പിക്കാൻ വേണ്ടി കാണിച്ച കാര്യങ്ങൾ അല്ല ഉണ്ട് ചേട്ടാ. അത് ഞാൻ പറഞ്ഞല്ല, മുറിവുണ്ട്. അത് ഞാൻ ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ മനസ്സിൽ പല വിഷമങ്ങളുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ ഇവർക്ക് റിപ്ലൈ ഇല്ല. ഒന്നാമത്തെ കാര്യം, നീ എന്തിനത് ചെയ്തു? അതില്ല, എൻ്റെ കുഞ്ഞിനെ എന്തിനും കൊണ്ട് കളഞ്ഞു. ഈ 40ാമത്തെ വയസ്സിൽ ഒരുപാട് കുഞ്ഞിനെ ആഗ്രഹിച്ച് ഒരുപാട് വർഷം, എനിക്ക് ഷുഗറും കാര്യങ്ങളും കൊണ്ട് ഒരുപാട് വർഷം ഞാൻ ശ്രമിച്ചിട്ട് കിട്ടിയതാണ്. അതും എനിക്ക് വേറെ ഞങ്ങൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. സേഫ്റ്റി ആയിട്ട് എല്ലാം ചെയ്തതാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് ഇപ്പോൾ വന്നപ്പം ഞാൻ പറഞ്ഞു, മോളെ എന്താ നീ എന്തിനു കൊണ്ട് കളഞ്ഞ കുഞ്ഞിനെ? നമുക്ക് കിട്ടിയ കുഞ്ഞാണ്, എന്തിനു കൊണ്ട് കളഞ്ഞു? അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ 40 വയസ്സായി, നിങ്ങൾ ഷുഗർ പേഷ്യൻ്റാണ്, നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന ആളാണ്. ഇനി രണ്ടാമതൊരു പെൺകുഞ്ഞോട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? നിങ്ങളിപ്പോൾ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞുമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. എപ്പോഴും പറഞ്ഞു, ചേട്ടാ ഞാൻ പോവാണ്, എനിക്കൊരു ജോലി വേണം, ഞാൻ ഒരു ബെഡ് സ്പേസ് എടുത്ത് പോയേക്കാം. എന്തിനാണ് ആ കുഞ്ഞ് പറയുന്നത്? ഇപ്പോൾ ഈ താങ്കളുടെ സംശയങ്ങൾ ഷാർജ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ അവർ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർ വന്നപ്പോൾ എനിക്ക്